ഇനി നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം കണക്ടിവിറ്റിയാണ്. കണക്ടിവിറ്റി ഓഫ് റീജിയൻസ്. ഇപ്പോൾ റീജിയൻ എന്താണെന്നുള്ളതൊക്കെ നമ്മൾ തുടക്കത്തിൽ, കോഴ്സിൻ്റെ തുടക്കത്തിൽ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കണക്ടിവിറ്റി ഓഫ് റീജിയൻസ്. റൈറ്റ്. റീജിയൻ എന്താണ്, ബൗണ്ടറി എന്താണ്, ഓപ്പൺ റീജിയൻ എന്താണ്, ക്ലോസ്ഡ് റീജിയൻ എന്താണെന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രധാനമായിട്ടും ഇനി അങ്ങോട്ടുള്ള ഡിസ്കഷനിലൊക്കെ നമ്മൾ പരിഗണിക്കുന്നത് ഓപ്പൺ റീജിയൻ തന്നെയാണ്. അപ്പോൾ പൊതുവേ നമ്മൾ ഈ വെക്റ്റർ ഫീൽഡുകളൊക്കെ, ഇപ്പം നമ്മൾ വെക്റ്റർ ഫീൽഡിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വെക്റ്റർ ഫീൽഡിനെയാണല്ലോ നമ്മൾ ഇൻ്റഗ്രേറ്റ് ഒക്കെ ചെയ്തത്, ലൈൻ ഇൻ്റഗ്രലൊക്കെ നടത്തിയത് വെക്റ്റർ ഫീൽഡിനെയാണല്ലോ. അപ്പോൾ പൊതുവേ ഈ വെക്റ്റർ ഫീൽഡുകളൊക്കെ ഒരു റീജിയനിലാണ് ഡിഫൈൻ ചെയ്യുക. നമ്മൾ ഇൻ്റഗ്രേഷന് വേണ്ടി വെക്റ്റർ ഫീൽഡിനെ ഡിഫൈൻ ചെയ്തപ്പോഴും പറഞ്ഞത് ദ വെക്റ്റർ ഫീൽഡ് എഫ് ഈസ് ഡിഫൈൻഡ് ഇൻ എ റീജിയൻ കണ്ടെയ്നിങ് ദ കർവ് സി എന്നായിരുന്നു. സോ അപ്പോൾ അതൊരു റീജിയനിലാണ് ബേസിക്കലി ഇത് ഡിഫൈൻ ചെയ്യുന്നത്. നമ്മളങ്ങനെയാണ് ഒരു കസ്റ്റം. എപ്പോഴാണ് റീജിയനെ ഓപ്പൺ എന്ന് പറയാം? ഇഫ് ഇറ്റ് കണ്ടെയ്ൻസ് നോ ബൗണ്ടറി പോയിന്റ്സ്. റൈറ്റ്. ഓപ്പൺ റീജിയൻ എന്തായിരുന്നു? എ റീജിയൻ containing no boundary points. എന്തായിരുന്നു ബൗണ്ടറി പോയിന്റ്സ്? ആ ബൗണ്ടറി പോയിന്റിന് ചുറ്റും ഏതൊരു നെയ്ബർഹുഡ് എടുത്താലും ആ നെയ്ബർഹുഡിനകത്ത് ഈ റീജിയനകത്തുള്ള പോയിന്റ് ഉണ്ടാവും, റീജിയൻ്റെ പുറത്തുള്ള പോയിന്റ് ഉണ്ടാവും. അത്തരത്തിലുള്ള പോയിന്റുകളായിരുന്നു നമ്മൾ ബൗണ്ടറി പോയിന്റ്സ് എന്ന് പറഞ്ഞിരുന്നത്. അങ്ങനെ ബൗണ്ടറി പോയിന്റ്സ് ഒന്നും തന്നെ ഈ റീജിയനകത്ത് കണ്ടെയ്ൻ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ വി കോൾ സച്ച് എ റീജിയൻ ടു ബി ഓപ്പൺ. എല്ലാ ബൗണ്ടറി പോയിന്റ്സും ഈ റീജിയനകത്ത് ഉണ്ട് എന്നുണ്ടെങ്കിൽ വി കോൾ സച്ച് എ റീജിയൻ ടു ബി എ ക്ലോസ്ഡ് റീജിയൻ. അപ്പോൾ ഓർക്കുക, എല്ലാ റീജിയനും ഒന്നെങ്കിൽ ക്ലോസ്ഡ് അല്ലെങ്കിൽ ബൗണ്ടഡ് ആവണമെന്നില്ല. ദർ ആർ റീജിയൻ വിച്ച് ആർ നെയ്തർ ക്ലോസ്ഡ് നോർ ബൗണ്ടഡ്. ഓക്കെ, ചില ക്ലോസ്ഡ് പോയിന്റ്സ്, ചില ബൗണ്ടറി പോയിന്റ്സ് ഉണ്ടാവാം, ചില ബൗണ്ടറി പോയിന്റ്സ് ഇല്ലാണ്ടിരിക്കും. അങ്ങനെയൊക്കെ സംഭവിക്കുന്ന കേസുകളിൽ ഈ റീജിയൻ ക്ലോസ്ഡും ഓപ്പണും അല്ലാണ്ടിരിക്കാം. അപ്പോൾ നമ്മളിങ്ങനെ ക്ലോസ്ഡ് ഓപ്പൺ റീജിയൻ എന്ന് പറയുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, എല്ലാ റീജിയനും ഒന്നെങ്കിൽ ക്ലോസ്ഡ് അല്ലെങ്കിൽ ഓപ്പൺ എന്ന അർത്ഥമല്ല. ഓക്കെ, ഇനി നമുക്ക് ഈ റീജിയനെ കുറിച്ച് പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അവരുടെ കണക്ടിവിറ്റി. ഈ വേർഡ് സൂചിപ്പിക്കുന്നത് പോലെ ഈ റീജിയൻ എങ്ങനെയൊക്കെ കണക്ട് ചെയ്യാം, റീജിയൻ്റെ അകത്ത് കണക്ഷൻസ് ഒക്കെ എങ്ങനെയൊക്കെ ആവാം എന്നുള്ളതാണ് ഇവിടെ ബേസിക് നമ്മുടെ കൺസെപ്റ്റ്. നമുക്കത് ഫോർമലി തന്നെ ഡിഫൈൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഫോർമലി തന്നെ ഡിഫൈൻ ചെയ്ത് നമുക്ക് അതിൻ്റെ ഒരു 2 dimensional ഗ്രാഫിക് റിപ്രസെൻറ്റേഷൻ എക്സാമ്പിൾസ് ഒക്കെ ഒന്ന് നോക്കാം. വി സേ ദാറ്റ് എ റീജിയൻ ഈസ് കണക്റ്റഡ്. എ റീജിയൻ, തൽക്കാലം നമുക്ക് ആ റീജിയൻ ആർ എന്ന് വിളിക്കാം. ഓക്കെ, റീജിയൻ ആർ ഈസ് കണക്റ്റഡ് ഇഫ് എവറി പെയർ ഓഫ് പോയിന്റ്സ് എ ആൻഡ് ബി, every pair of points A and B can be joined, A and B in R, can be joined by a piecewise smooth curve which lies entirely in the region. ഞാൻ ചുരുക്കി എഴുതുന്നു. Right. So എന്താണ്? A region R is connected if every pair of points A and B in R can be connected or can be joined by a piecewise smooth curve lying entirely in R. എന്ന് വെച്ചാൽ ഒരു റീജിയൻ കണക്റ്റഡ് ആവുന്നത് എപ്പോഴാണ്? ആ റീജിയനകത്തുള്ള ഏത് 2 പോയിന്റ് എടുത്താലും ആ 2 പോയിന്റുകൾ തമ്മിൽ നമുക്കൊരു കണക്ഷൻ കണ്ടുപിടിക്കാൻ പറ്റണം, അല്ലെങ്കിൽ ആ 2 പോയിന്റുകളും തമ്മിൽ ജോയിൻ ചെയ്യാൻ പറ്റണം. എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടത്? സ്ട്രെയിറ്റ് ലൈൻ വേണമെന്നൊരു നിർബന്ധമില്ല. പീസ് വൈസ് കണ്ടിന്യൂസ് ആയിട്ടുള്ള പീസ് വൈസ് സ്മൂത്ത് ആയിട്ടുള്ള കർവുകൾ ഉപയോഗിച്ച് ജോയിൻ ചെയ്യണം. ആൻഡ് ഓൾ ഓഫ് ദോസ് കർവ്സ്, ആൻഡ് ഫോർ ദാറ്റ് റീസൺ ദ എൻറ്റയർ കർവ്, ആ പീസ് വൈസ് കർവ് എന്തായിരിക്കണം? ഹാസ് ടു ബി എൻറ്റയർലി ലൈങ് ഇൻസൈഡ് ദ റീജിയൻ. ഈ റീജിയൻ്റെ പുറത്തോട്ട് ആ കർവ് പോകാൻ പാടില്ല ഒരിക്കൽ പോലും. ആ റീജിയൻ്റെ അകത്ത് തന്നെ ഉൾക്കൊള്ളുന്ന പീസ് വൈസ് സ്മൂത്ത് ആയിട്ടുള്ളൊരു കർവ് കൊണ്ട് ഏത് 2 പോയിന്റ് എടുത്താലും പരസ്പരം കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ സച്ച് എ റീജിയൻ ഈസ് കോൾഡ് എ കണക്റ്റഡ് റീജിയൻ. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പം R2 ഒരു 2 dimensional പ്ലെയിനിൽ എടുക്കുക. ഇങ്ങനെ ഒരു റീജിയൻ ഞാൻ പരിഗണിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇൻറ്റീരിയർ ഒക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ എല്ലാ ഇൻറ്റീരിയറും ഒക്കെ ഉണ്ട്.
ഇങ്ങനൊരു റീജിയൻ ഞാൻ പരിഗണിച്ചു കഴിഞ്ഞാൽ ഇത് കണക്റ്റഡ് ആണോ? ഞാനിപ്പോൾ ഇവിടെ ഒരു പോയിന്റും ഇവിടെ ഒരു പോയിന്റും എടുത്തു. എനിക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ ഇതിനെ കണക്ട് ചെയ്യാം വിത്ത് സ്മൂത്ത് പീസ് വൈസ് സ്മൂത്ത് കർവ്. ഇവിടെ ഒരു പോയിന്റും ഇവിടെ ഒരു പോയിന്റും എടുത്തു. എനിക്ക് വേണമെങ്കിൽ ഒരു സ്മൂത്ത് കർവ് കൊണ്ട് ഇങ്ങനെ കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ വേണമെങ്കിൽ ഇങ്ങനെ കണക്ട് ചെയ്യാം. ഇതൊക്കെ പീസ് വൈസ് സ്മൂത്ത് ആണല്ലോ. ഇവിടെ എൻ്റെ സ്മൂത്ത്നെസ് ഒരു പോയിന്റിൽ നഷ്ടപ്പെടുന്നുണ്ടെങ്കിലും ഈ രണ്ട് പീസുകളും എന്താണ്? സ്മൂത്താണ്. സോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കണക്ട് ചെയ്യാം. പക്ഷേ ആ ആ കർവ് എന്ന് പറയുന്ന രണ്ട് പോയിന്റിനെയും കണക്ട് ചെയ്യുന്ന കർവ് എന്ന് പറയുന്നത് ഹാസ് ടു ബി ടോട്ടലി ഇൻസൈഡ് ആർ എന്ന് പറയുന്ന റീജിയൻ്റെ അകത്തായിരിക്കണം ആ കർവ് കംപ്ലീറ്റ്. എനിക്ക് ഇവിടെ രണ്ട് പോയിന്റ് ഉണ്ട് കണക്ട് വെച്ചിട്ട് ഇങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇവിടെ അത് പുറത്തു പോകും. ദാറ്റ് ഷുഡ് നോട്ട് ഹാപ്പൻ. കംപ്ലീറ്റ് എന്തുണ്ടാവണം? ആറിനകത്തുണ്ടാവണം. ഓക്കെ, ഇനി മറ്റൊരു കാര്യം, ഇപ്പോൾ കണക്റ്റഡ് ആയിട്ടുള്ള റീജിയൻ ആണെങ്കിൽ നമുക്കതിൻ്റെ കുറച്ചും കൂടെ ഒരു എക്സ്റ്റൻഡ് ആയിട്ടുള്ള ഒരു ഡെഫിനേഷനും കൂടെ പറയാം, അല്ലെങ്കിൽ ഒരു കാറ്റഗറിയും കൂടെ ഡിഫൈൻ ചെയ്യാം. സിംപ്ലി കണക്റ്റഡ്. അപ്പോൾ എന്താ ഒരു സിംപ്ലി കണക്റ്റഡ് റീജിയൻ? സപ്പോസ് വി ഹാവ് എ റീജിയൻ ആർ വിച്ച് ഈസ് കണക്റ്റഡ്. ഒരു കണക്റ്റഡ് റീജിയൻ ആണെന്ന് വിചാരിക്കാം. കണക്റ്റഡ് റീജിയൻ. This region is said to be simply connected if every simple closed curve എന്തായിരുന്നു സിമ്പിൾ ക്ലോസ്ഡ് കർവ്? ഒരു പോയിന്റിൽ നിന്ന് തുടങ്ങി ആ പോയിന്റിൽ തന്നെ അവസാനിക്കുന്ന, എന്നാൽ ഒരിക്കൽ പോലും സെൽഫ് ഇന്റർസെക്റ്റ് ചെയ്യാത്ത കർവുകളാണ് സിമ്പിൾ ക്ലോസ്ഡ് കർവ്സ്. സോ സിമ്പിൾ ക്ലോസ്ഡ് കർവ്സ്, എവറി സിമ്പിൾ ക്ലോസ്ഡ് കർവ്സ് ക്യാൻ ബി continuously shrunk into a point. കണ്ടിന്യൂസ്ലി ഷ്രങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ആക്ച്വലി എ ടോപ്പോളജിക്കൽ കൺസെപ്റ്റ്. ഇപ്പോൾ ഇങ്ങനെ ഒരു സിമ്പിൾ ക്ലോസ്ഡ് കർവ് ഉണ്ടെന്ന് വിചാരിക്കാം. ഈ കർവിന് എനിക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ ചുരുക്കി കൊണ്ടുവരാം. ഇങ്ങനെ ചുരുക്കി കൊണ്ടുവന്ന് അവസാനം ഇതൊരു പോയിന്റിലേക്ക് ഷ്രങ്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അസ്യൂം ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ വിഷ്വലൈസ് ചെയ്യാൻ ശ്രമിക്കാം. അത് പോസിബിൾ ആവുന്ന കേസിലാണ് നമ്മൾ ആ റീജിയണിനെ എന്ത് പറയുക? സിംപിളി കണക്റ്റഡ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, ഇവിടെ നോക്കൂ, ഇപ്പോൾ ഇങ്ങനെ റീജിയൺ ആണെന്ന് വിചാരിക്കാം. ഇവിടെ ഞാൻ ഇതൊരു ഹോളാണ്. റീജിയണകത്ത് ഒരു ഹോളാണ്. ഇത്രയും ഭാഗമാണ് റീജിയൻ ഉള്ളത്. ഓക്കെ, ഇതൊരു കണക്റ്റഡ് റീജിയൻ ആണോ? ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഇതൊരു കണക്റ്റഡ് റീജിയൻ ആണോ? ഒബ്വിയസ്ലി ഇറ്റ്സ് എ കണക്റ്റഡ് റീജിയൻ. കാരണം നിങ്ങൾ ഇവിടെ എവിടെ രണ്ട് പോയിന്റ് എടുത്താലും ഐ ക്യാൻ ഫൈൻഡ് പീസ് വൈസ് സ്മൂത്ത് കർവ്സ്. ഇവിടെ എവിടെ നിങ്ങൾ രണ്ട് പോയിന്റ് എടുത്താലും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമാണ്, ഹോളാണല്ലോ ഇത്. ഹോളിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ആണെങ്കിലും കുഴപ്പമില്ല, ഇങ്ങനെ കണക്ട് ചെയ്യാം. റൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇതൊരു സിംപിളി കണക്റ്റഡ് റീജിയൻ ആണോ? ഒരു സിമ്പിൾ ക്ലോസ്ഡ് കർവിനെ ഈ റീജിയൻ്റെ പുറത്തോട്ട് പോവാതെ കണ്ടിന്യൂസ്ലി ഷ്രിങ്ക് ചെയ്ത് നമുക്കൊരു പോയിന്റിലേക്ക് ഷ്രിങ്ക് ചെയ്തെടുക്കാൻ പറ്റുമോ? സപ്പോസ് ദിസ് ഈസ് എ സിമ്പിൾ ക്ലോസ്ഡ്. ഇതൊരു സിമ്പിൾ ക്ലോസ്ഡ് കർവ് ആണല്ലോ. ഈ കർവിനെ ഷ്രിങ്ക് ചെയ്തൊരു പോയിന്റിലേക്ക് എത്തിക്കാൻ പറ്റുമോ? ഇതൊരു പരിധി വരെ ഷ്രിങ്ക് ആവും. എവിടം വരെ? ഈ ഹോളിൻ്റെ ചുറ്റുവട്ടം വരെ ഷ്രിങ്ക് ആവും. പിന്നെ അങ്ങോട്ട് നമുക്ക് ഈ റീജിയൻ്റെ പുറത്ത് പോകേണ്ട ഒരു സിറ്റുവേഷൻ വരും. ദിസ് ഈസ് നോട്ട് പോസിബിൾ. അപ്പോൾ ഇങ്ങനെ ഒരു കേസിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? ഇതിനൊരു പോയിന്റിലേക്ക് ഷ്രിങ്ക് ചെയ്യാൻ പറ്റില്ല. ഫോർ ദാറ്റ് റീസൺ ദിസ് റീജിയൻ ഈസ് നോട്ട് സിംപ്ലി കണക്റ്റഡ്. അപ്പോൾ വളരെ ലൈവായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സിംപ്ലി കണക്റ്റഡ് റീജിയനകത്ത് ഹോളുകളൊന്നും ഉണ്ടാവില്ല. ഒരു സിംപ്ലി കണക്റ്റഡ് റീജിയനകത്ത് ഹോളുകളൊന്നും ഉണ്ടാവില്ല. സപ്പോസ് ആ ഒരു റീജിയൻ സിംപ്ലി കണക്റ്റഡ് അല്ല, അതിനകത്ത് ഒരു ഹോൾ ഉണ്ടെന്ന് വിചാരിക്കുക, ഒരൊറ്റ ഹോൾ ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ സച്ച് എ റീജിയൻ ഈസ് കോൾഡ് ഡബ്ലി കണക്റ്റഡ് റീജിയൻ. ഡബ്ലി കണക്റ്റഡ് റീജിയൻ. ഇങ്ങനെ ഒരു ഡബിളി കണക്റ്റഡ് എന്ന് പറയാൻ കാരണം ഇവിടെ എന്താ ഡബിൾ ചെയ്ത് വരുന്നത്? നോക്കൂ, ഇവിടെ ഈ റീജിയൻ്റെ ഒരു ബൗണ്ടറി നോക്കൂ. ഇതൊരു ബൗണ്ടറിയാണ്, ഈ ചുറ്റുവട്ടത്തുള്ളൊരു ബൗണ്ടറി. ഇതും ഒരു ബൗണ്ടറിയാണ്. എന്ന് വെച്ചാൽ ദ ബൗണ്ടറി ഹാസ് ടു ഡിഫറെൻറ്റ് പാർട്സ്. ഡിസ്ജോയിൻ്റ് ആയിട്ടുള്ള രണ്ട് ഡിഫറെൻറ്റ് പാർട്സ് ഉണ്ട് ഈ ബൗണ്ടറിക്ക്. ആൻഡ് ദാറ്റ് സജസ്റ്റ് ദ നെയിം ഡബിളി കണക്റ്റഡ് റീജിയൻ. ഓക്കെ, ഇനി എപ്പോഴും ഒരു റീജിയനകത്ത് ഒരു ഹോള് മാത്രമാവണമെന്നില്ല. ഓക്കെ, ഒരു ഹോള് മാത്രമാവണമെന്നില്ല. ദർ ക്യാൻ ബി റീജിയൻസ് വിത്ത് 2 holes. ഇങ്ങനെയുള്ള റീജിയൻസ് ഉണ്ടാവാമല്ലോ. ഇത് കണക്റ്റഡ് ആണോ? ഇപ്പം ഞാൻ ഇവിടെ ഒരു പോയിന്റ് എടുത്താൽ ഇവിടെ രണ്ട് പോയിന്റുകൾ എടുത്തു കഴിഞ്ഞാൽ ക്യാൻ വി കണക്ട് ദീസ് 2 points വിത്ത്
എ പീസ് വൈസ് സ്മൂത്ത് കർവ് പറ്റുമല്ലോ, നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്യാമല്ലോ. റൈറ്റ്, സോ ദിസ് ഈസ് കണക്റ്റഡ്. പക്ഷേ ഇതെന്തല്ല സിംപിളി കണക്റ്റഡ് അല്ല. കാരണം ഈ ഏതെങ്കിലും ഹോളിൻ്റെ ചുറ്റുള്ള 2 പോയിന്റ് ഈ ഹോളിനെ സർക്കുലേറ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു സിമ്പിൾ ക്ലോസ്ഡ് കർവ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഷ്രിങ്ക് ചെയ്തൊരു പോയിന്റിലേക്ക് എത്തിക്കാൻ പറ്റില്ല. ഇത് ഡബിളി കണക്റ്റഡും അല്ല. കാരണം എന്താ, ഇവിടെ ഒരു ഹോളല്ല ഉള്ളത്, 2 ഹോൾസ് ഉണ്ട്. ഈ 2 ഹോളുള്ള കേസിൽ നമ്മൾ ഇതിനെ എന്ത് വിളിക്കും? ചിലതിനെ ട്രിപ്പിൾ കണക്റ്റഡ് എന്ന് വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ 3-fold കണക്റ്റഡ് എന്ന് വിളിക്കാറുണ്ട്. ദിസ് ദ റൈറ്റ് നെയിം, 3-fold കണക്റ്റഡ്. ഓക്കെ, 3-fold കണക്റ്റഡ് റീജിയൻ വിത്ത് 2 holes. അപ്പോൾ ഇതിപ്പോൾ ഒരു റീജിയനകത്ത് 3 ഹോൾ മാത്രമാവണമെന്നില്ല. ദർ ക്യാൻ ബി റീജിയൻസ് വിത്ത് 4 holes, മേ ബി 5 holes. അതൊക്കെ പോസിബിൾ ആണല്ലോ. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള കേസുകൾ ഇനി മുതൽ 3-fold വരെ നമ്മളിങ്ങനെ പറയും. ഇവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ നമ്മൾ ജനറലായിട്ട് പറയാറുണ്ട്. അതായത് ഇപ്പോൾ ഒരു റീജിയൻ വിത്ത് n-1 holes may be called as an n-fold connected region. So a region with n-1 holes may be called as an n-fold connected region. Right. ഈ കണക്ടിവിറ്റി ഇതിപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് മുഴുവൻ പ്ലെയിനാർ റീജിയൻസിനാണ്. ഇതെപ്പോഴും ഒരു പ്ലെയിനുള്ള റീജിയന് മാത്രമാവണമെന്നില്ല. ഒരു ഒരു 1 dimensional റീജിയൻ നമുക്ക് കണക്റ്റഡ്നെസ് പറയാം. അവിടെ ഒക്കെ ലൈൻസ് പോലെ ആയിരിക്കും നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുക. ഓക്കെ, അപ്പോൾ ഇതൊരു കണക്റ്റഡ് അല്ലാത്ത ഒരു റീജിയനാണ്. കാരണം ഇവിടെ ഒരു ഗ്യാപ്പ് വരുന്നുണ്ട്. ഇതൊരു കണക്റ്റഡ് ആണ്. ദിസ് ഈസ് നോട്ട് കണക്റ്റഡ്. ഇതൊരു 3-fold കണക്റ്റഡ് ആണ്. ഓക്കെ, നമുക്ക് അങ്ങനെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ 1 dimensionലേക്ക് ചുരുക്കാൻ പറ്റും. വേണമെങ്കിൽ ഇതിനെ n dimensionലേക്ക്, നമുക്ക് എത്ര വലിയ ഡയമെൻഷനിലേക്ക് നമുക്ക് എക്സൈറ്റ് ചെയ്യാനും പറ്റും. ഇതിപ്പോൾ 3 dimensional ഫിഗർ ആണെങ്കിൽ ഒരു സ്പെറിക്കൽ റീജിയൻ ആയിരിക്കാം, അല്ലെങ്കിൽ സ്ഫിയർ തന്നെ ആവണമെന്നൊന്നുമില്ല. വാട്ട് എവർ, ഇനി 3 dimensional നമുക്കൊരു റീജിയൻ കൺസ്ട്രക്ട് ചെയ്യാം. അതിനകത്ത് ഹോൾസ് വരുന്നുണ്ടോ നോക്കാം. ഓക്കെ, അങ്ങനെ ഈ ഡെഫിനിഷൻസ് ഒക്കെ നമുക്ക് ഏതൊരു ഡയമെൻഷനിലേക്കും എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റാവുന്നതാണ്. ഇതേ പേരുകളൊക്കെ തന്നെയാണ് എല്ലായിടത്തും ഉപയോഗിക്കുക. n-fold കണക്റ്റഡ് തന്നെയാണ് എല്ലായിടത്തും ഉപയോഗിക്കുക. ഇനി നമുക്ക് നോക്കേണ്ട ഒരു കാര്യം, കൺസർവേറ്റീവ് വെക്റ്റർ ഫീൽഡ്. അപ്പോൾ വെക്റ്റർ ഫീൽഡ് എന്താണെന്ന് നമ്മൾ മുമ്പ് കണ്ടല്ലോ അല്ലേ? എന്തായിരുന്നു വെക്റ്റർ ഫീൽഡ്? ഇപ്പോൾ ഒരു f of x, y, z എന്ന് പറയുന്ന ഒരു 3 dimensional വെക്റ്റർ ഫീൽഡ് ആണെങ്കിൽ ഇറ്റ്സ് എ ഫംഗ്ഷൻ ഓഫ് ദി ഫോം p of x, y, z i plus q of x, y, z j plus r of x, y, z k, where p, q, r are scalar functions of x, y and z. അപ്പോൾ പിയും ക്യൂവും ആറും എന്താ? എക്സ് വൈ സെഡിൻ്റെ സ്കേലാർ ഫംഗ്ഷൻസ് ആണ്. അപ്പോൾ പി ഓഫ് എക്സ് വൈ സെഡും ക്യൂ ഓഫ് എക്സ് വൈ സെഡും ആർ ഓഫ് എക്സ് വൈ സെഡും സ്കേലാർസ് ആണ്. റൈറ്റ്, ഐ ജെ കെ റെപ്രസെൻറ്റ് ദി യൂഷ്വൽ യൂണിറ്റ് വെക്ടേഴ്സ് ഇൻ പെർപെൻഡിക്കുലർ ഡയറക്ഷൻസ്. ഇത് നമുക്ക് 2 dimensional നമ്മൾ കണ്ടിരുന്നല്ലോ അല്ലേ? എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു പി ഓഫ് എക്സ് വൈ പ്ലസ് ക്യൂ ഓഫ് എക്സ് വൈ ജെ എന്ന് പറഞ്ഞിട്ട്. റൈറ്റ്, സോ എപ്പോഴാണ് ഇങ്ങനെ ഒരു വെക്റ്റർ ഫീൽഡിനെ കൺസർവേറ്റീവ് എന്ന് പറയുക? നമുക്ക് ഫോർമുല ഡിഫൈൻ ചെയ്യാം. എ വെക്റ്റർ ഫംഗ്ഷൻ എഫ് ഇൻ 2 or 3 dimensions, a vector function f in 2 or 3 dimensions is said to be conservative if f can be written as gradient of a function, or നമ്മളെപ്പോഴും ഗ്രേഡിയൻ്റ് ചെയ്ത സ്കേലാർ ഫംഗ്ഷൻ ആണല്ലോ. സോ ഗ്രേഡിയൻ്റ് ഓഫ് എ സ്കേലാർ ഫംഗ്ഷൻ സേ 5. ഇതാണ് സിംപ്ലസ്റ്റ് ഡെഫിനിഷൻ. അപ്പോൾ എപ്പോഴാണ് ഒരു വെക്റ്റർ ഫീൽഡ് കൺസർവേറ്റീവ് ആണെന്ന് പറയാം? ദ വെക്റ്റർ ഫീൽഡ് എഫ് ഈസ് സെഡ് ടു ബി എ കൺസർവേറ്റീവ് വെക്റ്റർ ഫീൽഡ് if it can be expressed as the gradient of a scalar function phi. എന്ന് വെച്ച് കഴിഞ്ഞാൽ എഫിനെ ഗ്രാഡ് ഫൈ എന്നുള്ള ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റണം. ഏതോ ഒരു സ്കേലാർ ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യണം സച്ച് ദാറ്റ് ആ സ്കേലാർ ഫംഗ്ഷൻ്റെ ഗ്രേഡിയൻ്റ് ആയിട്ട് നമുക്ക് എഫിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റണം. ഇതാണ് ക്രൈറ്റീരിയ. അപ്പോൾ എന്താ കൺസർവേറ്റീവ് വെക്റ്റർ ഫീൽഡ്? ദ വെക്റ്റർ ഫീൽഡ് എഫ് ഈസ് സെഡ് ടു ബി കൺസർവേറ്റീവ് if f can be expressed as the gradient of a scalar function phi. അങ്ങനെ ഒരു സ്കേലാർ ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ we may call the function f to be
എ കൺസർവേറ്റീവ് വെക്റ്റർ ഫീൽഡ്. ഇവിടെ ഈ ഫൈനെ നമ്മൾ എഫിൻ്റെ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ എന്ന് വിളിക്കും. ഫൈ മേ ബി കോൾഡ് ആസ് ദി പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ ഓഫ് എഫ്. പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ ഓഫ് എഫ്. റൈറ്റ്. ഒരു ട്രിവിയൽ എക്സാമ്പിൾ നോക്കണമെന്നുണ്ടെങ്കിൽ കൺസിഡർ ദ വെക്റ്റർ ഫീൽഡ് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു വൈ ഐ പ്ലസ് എക്സ് ജെ. ഇതൊരു കൺസർവേറ്റീവ് വെക്റ്റർ ഫീൽഡാണോ? ഇതൊരു കൺസർവേറ്റീവ് വെക്റ്റർ ഫീൽഡാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസിഡർ ദ സ്കെലാർ ഫംഗ്ഷൻ ഫൈ ഓഫ് എക്സ് വൈ ഈക്വൽ ടു എക്സ് വൈ. ഇതിൻ്റെ ഗ്രേഡിയൻ്റ് എന്താ? ഗ്രേഡ് ഫൈ ഈക്വൽ ടു ഡോ ഫൈ ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ ഫൈ ബൈ ഡോ വൈ ജെ അല്ലേ? ഇതെന്താ? ഗ്രേഡ് ഫൈ ഈക്വൽ ടു ഡോ ഫൈ ബൈ ഡോ എക്സ് എന്താ? ഫൈ ഓഫ് എക്സ് വൈ ഈക്വൽ ടു എക്സ് വൈ ആണ്. സോ ഡോ ഫൈ ബൈ ഡോ എക്സ് ഈസ്, if you consider y as a constant and differentiate with respect to x, we'll get y plus yi plus dou phi by dou y എന്താ? If you consider x as a constant and differentiate with respect to y, we'll get x. Right. So we got f. So ഇവിടെ നമുക്ക് ഒരു ഫംഗ്ഷൻ phi കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ട് such that f of x y equal to grad phi. Right. ഇതിപ്പോൾ എനിക്ക് അറിയുന്നതുകൊണ്ടാണ്. ഇത് കണ്ടുപിടിക്കാൻ എന്തെങ്കിലും ടെക്നിക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ടെക്നിക്കുകൾ ഉണ്ട്, നമുക്ക് അതിലേക്ക് വരാം. അതിന് മുമ്പ് നമുക്കൊരു വെക്റ്റർ ഫീൽഡ് തന്നു കഴിഞ്ഞാൽ ആ വെക്റ്റർ ഫീൽഡ് കൺസർവേറ്റീവ് ആണോ അല്ലയോ എന്ന് ഡിറ്റർമൈൻ ചെയ്യാനൊരു മാർഗ്ഗമുണ്ട്. ഒരു ടെസ്റ്റ് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് കൺസർവേറ്റീവ് ആണോ അല്ലേ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നോക്കാം. ടെസ്റ്റ് ഫോർ എ കൺസർവേറ്റീവ് വെക്റ്റർ ഫീൽഡ്. It's a theorem. അപ്പോൾ തിയറം സ്റ്റേറ്റ് ചെയ്യാൻ മതി നമുക്ക്. തിയറം ഒരു 2-way തിയറമാണ്. നമുക്ക് കാണാം. ലെറ്റ് എഫ് ഈക്വൽ ടു പി ഓഫ് എക്സ് വൈ സെഡ് ഐ പ്ലസ് ക്യൂ ഓഫ് എക്സ് വൈ സെഡ് ജെ പ്ലസ് ആർ ഓഫ് എക്സ് വൈ സെഡ് K be a field മാത്രമല്ല whose component functions have continuous partial derivatives. അവിടെ component functions എന്തൊക്കെയാണ്? പി ക്യു ആർ ആണ്. അപ്പോൾ പി ക്യു ആറിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഒക്കെ എക്സിസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്, കണ്ടിന്യൂസും ആണ്. നമുക്ക് എഴുതാം component functions have continuous partial derivatives. Then f is conservative if and only if dou p by dou y equal to dou q by dou x, dou q by dou z equal to dou r by dou y, dou r by dou x equal to dou p by dou z. റൈറ്റ്. അപ്പോൾ നമുക്കിവിടെ 3 ഇക്വേഷൻസ് ആണ് കിട്ടിയത്. തിയറം പറയുന്നത് എങ്ങനെയാണ്? എഫ് ഈക്വൽ ടു പി ഐ പ്ലസ് ക്യു ജെ പ്ലസ് ആർ കെ എന്ന് പറയുന്ന ഒരു വെക്റ്റർ ഫീൽഡാണ്. വേർ പി ക്യു ആർ ആർ സ്കെയിലാർ ഫംഗ്ഷൻസ് ഓഫ് എക്സ് വൈ ആൻഡ് ഇസഡ്. മാത്രമല്ല പിയും ക്യൂവിനും ആറിനും പിക്കും ക്യൂവിനും ആറിനും കണ്ടിന്യൂസ് ആയിട്ടുള്ള പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എഫ് കൺസർവേറ്റീവ് വെക്റ്റർ ഫീൽഡ് ആവണമെങ്കിൽ dou p by dou y has to be equal to dou q by dou x, dou q by dou z has to be equal to dou r by dou y, dou r by dou x has to be equal to dou p by dou z. മാത്രമല്ല ഈ 3 ഇക്വേഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ എഫ് കൺസർവേറ്റീവുമാണ്. ഇതൊരു 2-way റിലേഷനാണ്. എഫ് കൺസർവേറ്റീവ് ആണെങ്കിൽ ഈ 3 ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ഈ 3 ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ എഫ് കൺസർവേറ്റീവും ആയിരിക്കും. ഓക്കെ, ഇതൊരു 2-way തിയറമാണ് ബേസിക്കലി. അപ്പോൾ ഇത് പ്രൂവ് ചെയ്യേണ്ടതുണ്ട്.
ഇതിൻ്റെ പ്രൂഫിനകത്ത് ശരിക്കും ഇതിന് ടെക്നിക്കലി നമ്മൾ പ്രൂഫ് എഴുതുമ്പോൾ ടു വേ തിയറം ആണല്ലോ, രണ്ട് തരത്തിലും പ്രൂവ് ചെയ്യണം. ആദ്യം എഫ് കൺസർവേറ്റീവ് ആണെന്ന് അസ്യൂം ചെയ്തിട്ട് ഈ 3 ഇക്വേഷൻസ് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം. രണ്ടാമത് ഈ 3 ഇക്വേഷൻസ് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്തിട്ട് എഫ് കൺസർവേറ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്യണം. ഇതിനകത്ത് ഈ 3 ഇക്വേഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ എഫ് കൺസർവേറ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്യുന്നത് നമ്മുടെ സിലബസിലില്ല. അത് ഇച്ചിരി കടി കട്ടി തന്നെയാണ്, അത് നമ്മുടെ സിലബസിലില്ല. വി ഡോണ്ട് വർക്ക് വിത്ത് ദാറ്റ് ഫോർ നൗ. നമ്മൾ ഈ സിലബസിനകത്ത് നമ്മൾ നോക്കുന്നത് എഫ് കൺസർവേറ്റീവ് ആണെന്ന് അസ്യൂം ചെയ്താൽ, എഫ് കൺസർവേറ്റീവ് ആണെങ്കിൽ ഈ 3 ഇക്വേഷൻസ് സാറ്റിസ്ഫൈ. ഞാൻ ഇക്വേഷൻസിനെ 3നെയും കൂടെ തൽക്കാലത്തേക്ക് ഒരു പേരിട്ട് വിളിക്കുന്നു, സ്റ്റാർ എന്ന് വിളിക്കാം. സ്റ്റാർ സാറ്റിസ്ഫൈസ്. ഇത് നമുക്ക് എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യേണ്ടതുണ്ട്. വളരെ സിമ്പിളാണ്, നമുക്ക് പ്രൂവ് ചെയ്ത് നോക്കാം. Assume f is conservative. Assume that f is conservative. അപ്പോൾ f എന്തായിരുന്നു? f is equal to pi plus qj plus rk. f equal to pi plus qj plus rk ഒരു കൺസർവേറ്റീവ് വെക്റ്റർ ഫീൽഡാണ് നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്. വിച്ച് മീൻസ് there exists a scalar function phi such that f equal to grad phi. എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? f എന്തായിരുന്നു? പി ഐ പ്ലസ് ക്യു ജെ പ്ലസ് ആർ കെ അല്ലേ? ആർ കെ പി ഐ പ്ലസ് ക്യു ജെ പ്ലസ് ആർ കെ ഈക്വൽ ടു ഗ്രാഡ് ഫൈ എന്തായിരുന്നു? ഗ്രാഡ് ഫൈ എന്തായിരുന്നു? ഡോ ഫൈ ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ ഫൈ ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ ഫൈ ബൈ ഡോ ഇസഡ് കെ. ഓക്കെ, ഇത് നമുക്ക് എന്താ അസ്യൂം ചെയ്യാം? രണ്ട് വെക്റ്റേഴ്സ് ഈക്വലാന്ന് തന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? അതിൻ്റെ കമ്പോണൻസും എന്താണ്? ഈക്വൽ ആണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. അല്ലെങ്കിൽ ദാറ്റ്സ് ഹൗ ടു വെക്റ്റേഴ്സ് ആർ ഈക്വൽ അല്ലേ? രണ്ട് വെക്റ്റേഴ്സ് എ ബി സി അല്ലെങ്കിൽ എ ഐ പ്ലസ് ബി ജെ പ്ലസ് സി കെ ഈക്വൽ ടു സം എക്സ് വൈ സെഡ് ആണെങ്കിൽ ഫ്രം ദിസ് വി ക്യാൻ ക്ലെയിം ദാറ്റ് എ ഈക്വൽ ടു എക്സ്, ബി ഈക്വൽ ടു വൈ ആൻഡ് സി ഈക്വൽ ടു സെഡ്. പറ്റില്ലേ? കമ്പോണൻറ്റ് വൈസ് അവ ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇവിടുന്ന് പി ഈക്വൽ ടു ഡോ ഫൈ ബൈ ഡോ എക്സ്, ക്യു ഈക്വൽ ടു ഡോ ഫൈ ബൈ ഡോ വൈ ആൻഡ് ആർ ഈക്വൽ ടു ഡോ ഫൈ ബൈ ഡോ ഇസഡ്. അങ്ങനെയല്ലേ? കമ്പോണൻറ്റ് വൈസ് ആയിട്ട് എന്തായി? കമ്പോണൻറ്റ് വൈസ് ഈക്വൽ ആണ് നമുക്ക് അസ്യൂം ചെയ്യാം. കാരണം രണ്ട് വെക്റ്റേഴ്സ് ഈക്വൽ ആണെങ്കിൽ ദേ വിൽ ബി ഈക്വൽ കമ്പോണൻറ്റ് വൈസ്. ഇനി നമുക്ക് ഡോ പി ബൈ ഡോ വൈ എന്ന് കാണാം. ഡോ പി ബൈ ഡോ വൈ ഈക്വൽ ടു ഡോ ബൈ ഡോ വൈ ഓഫ് ഡോ ഫൈ ബൈ ഡോ എക്സ്. ഇറ്റ്സ് ഈക്വൽ ടു ഡോ സ്ക്വയർ ഫൈ ബൈ ഡോ വൈ ഡോ എക്സ് അല്ലേ? ഡോ സ്ക്വയർ ഫൈ ബൈ ഡോ വൈ ഡോ എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു ഡോ സ്ക്വയർ ഫൈ ബൈ ഡോ എക്സ് ഡോ വൈ. എന്താ കാരണം? വി ഹാവ് അസ്യൂംഡ് ദാറ്റ് ഡോ പി ബൈ ഡോ വൈ നമുക്ക് നമ്മുടെ എഫിനെ കൺസിഡർ ചെയ്തപ്പോൾ എഫിനൊരു കണ്ടിന്യൂസ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഉണ്ടെന്ന് അസ്യൂം ചെയ്തിരുന്നു. എഫിലെ എല്ലാ കമ്പോണൻറ്റ് ഫംഗ്ഷനും പിനും ക്യൂവിനും ആറിനും കണ്ടിന്യൂസ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഉണ്ടെന്ന് അസ്യൂം ചെയ്തിരുന്നു. ആൻഡ് ഫോർ ദാറ്റ് റീസൺ ഡോ പി ബൈ ഡോ വൈ ഈസ് കണ്ടിന്യൂസ് ആൻഡ് ദസ് വി ക്യാൻ മേക്ക് യൂസ് ഓഫ് മിക്സഡ് ഡെറിവേറ്റീവ് തിയറം ഹിയർ. മിക്സഡ് ഡെറിവേറ്റീവ് തിയറം നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് മിക്സഡ് ഡെറിവേറ്റീവ് തിയറം മുമ്പ്. സോ മിക്സഡ് ഡെറിവേറ്റീവ് തിയറം സേസ് ദാറ്റ് if partial derivative exist and are continuous, then dou square phi by dou x dou y equal to dou square phi by dou y dou x, or the order can be interchanged. Okay, which is equal to dou by dou x of dou phi by dou y. അതല്ല ഇതിനർത്ഥം. dou phi by dou y നെ പിന്നെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, പാർഷ്യൽ ഡിഫറൻഷിയേഷൻ വിധേയമാക്കുക. which is equal to dou phi by dou y എന്താ? q അല്ലേ? dou phi by dou y q അല്ലേ? which means ഡോ ക്യൂ ബൈ ഡോ എക്സ്. അപ്പോൾ നമുക്ക് എന്താ കിട്ടി?
ഡോ പി ബൈ ഡോ വൈ ഈക്വൽ ടു ഡോ ക്യൂ ബൈ ഡോ എക്സ്. ഇതല്ലായിരുന്നു നമുക്ക് അറൈവ് ചെയ്യേണ്ട ആദ്യത്തെ ഇക്വേഷൻ. ഇതല്ലായിരുന്നു. അതെ, റൈറ്റ്. ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അടുത്ത ഇക്വേഷനിലേക്ക് എത്താൻ പറ്റും. അതെങ്ങനെയാണ്? അടുത്ത ഇക്വേഷൻ എന്തായിരുന്നു ആദ്യം നോക്കുക. ഡോ ക്യൂ ബൈ ഡോ ഇസഡ് ഈക്വൽ ടു അടുത്ത് നമുക്ക് എത്തേണ്ട ഇക്വേഷൻ ഒരെണ്ണം കൂടെ ഞാൻ ചെയ്യാം, ബാക്കി മൂന്നാമത്തെ നിങ്ങൾ ചെയ്തോളൂ. ഡോ ക്യൂ ബൈ ഡോ ഇസഡ് ഈക്വൽ ടു ഡോ ആർ ബൈ ഡോ വൈ. അല്ലേ? ഇതിലേക്ക് എങ്ങനെ എത്താം? നമുക്ക് ആദ്യം ഡോ ക്യൂ ബൈ ഡോ ഇസഡ് എന്ന് തുടങ്ങാം. ഡോ ക്യൂ ബൈ ഡോ ഇസഡ് ഈക്വൽ ടു ഡോ ബൈ ഡോ ഇസഡ് ഓഫ് ക്യൂ എന്താ? ഡോ ഫൈ ബൈ ഡോ വൈ. is equal to dou square phi by dou z dou y, which is equal to dou square phi by dou y dou z by mixed derivative theorem. അത് പ്രത്യേകം മെൻഷൻ ചെയ്യണം, കാരണം എല്ലായ്പ്പോഴും അത് നടക്കണമെന്നൊന്നുമില്ല. അങ്ങനെ വെറുതെ നമുക്ക് എന്ത് ചെയ്യാനും പറ്റില്ല, ഓർഡർ മാറ്റാനും പറ്റില്ല. ഇവിടെ കണ്ടിന്യൂസ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുള്ളത് കൊണ്ടാണ് നമുക്ക് മിക്സഡ് ഡെറിവേറ്റീവ് തിയറം ഇൻവോക്ക് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് ഓർഡർ മാറ്റി എഴുതാൻ പറ്റുന്നത്. വിച്ച് ഈസ് ഈക്വൽ ടു ഡോ ബൈ ഡോ വൈ ഓഫ് ഡോ ഫൈ ബൈ ഡോ ഇസഡ് ഇസ് ഈക്വൽ ടു ഡോ ബൈ ഡോ വൈ ഓഫ് ഡോ ഫൈ ബൈ ഡോ ഇസഡ് എന്താ? ആർ, വിച്ച് ഈസ് ഡോ ആർ ബൈ dou z. So dou q by dou z equal to dou r by dou y. This is also true. ഇതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആ മൂന്നാമത്തെ ഇക്വേഷൻ എന്തായിരുന്നു? മൂന്നാമത്തെ ഇക്വേഷൻ ഡോ ആർ ബൈ ഡോ എക്സ് ഈക്വൽ ടു ഡോ പി ബൈ ഡോ ഇസഡ്. ഇതെങ്ങനെ ചെയ്യും? ആദ്യം ഡോ ആർ ബൈ ഡോ എക്സ് സ്റ്റാർട്ട് ചെയ്യും. ഡോ ബൈ ഡോ എക്സ് ഓഫ് ആർ എഴുതും, ആർ എന്താണെന്നുള്ളത് എഴുതും, പിന്നീട് അതിന് ഇൻ്റർചേഞ്ച് ചെയ്യാമെന്നുള്ളത് നമ്മൾ എഴുതും. ശേഷം തിരിച്ചെഴുതി അവസാനം നമ്മൾ എവിടെ എത്തും? ഡോ പി ബൈ ഡോ ഇസഡിലെത്തും. ഓക്കെ, ഇപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? ബേസിക്കലി എഫ് കൺസർവേറ്റീവ് ആണെന്ന് അസ്യൂം ചെയ്തു. എന്നിട്ട് എന്ത് പ്രൂവ് ചെയ്തു? ഈ മൂന്ന് ഇക്വേഷൻസ്, അതായത് ഇക്വേഷൻസ് സ്റ്റാർ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്ന് പ്രൂവ് ചെയ്തു. ശരിക്കും ഈ തിയറത്തിൻ്റെ പ്രൂഫ് കംപ്ലീറ്റ് ആവണമെങ്കിൽ സ്റ്റാർ ഇക്വേഷൻസ്, അതായത് മൂന്ന് ഇക്വേഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്ന് അസ്യൂം ചെയ്തിട്ട് എഫ് കൺസർവേറ്റീവ് ആണെന്നും കൂടെ പ്രൂവ് ചെയ്യണം. പക്ഷേ അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ് പ്രൂവ് ചെയ്യാൻ. നമുക്ക് നമ്മളിതുവരെ പഠിച്ച കൺസെപ്റ്റ്സ് മാത്രം പോരാ. അനാലിസിസിൽ ചില കുറച്ചും കൂടി ഹയർ ആയിട്ടുള്ള കൺസെപ്റ്റ്സ് ആവശ്യമുണ്ട്. അതുകൊണ്ട് നമ്മൾ സിലബസിൽ തൽക്കാലം ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് തോന്നുന്നു. സോ നമുക്ക് എന്ത് ചെയ്യാം? ആ ഭാഗം സ്കിപ്പ് ചെയ്യാം. ഇത് മനസ്സിലാക്കിയിരിക്കുക. ഈ ടെസ്റ്റ് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാം. ഓക്കെ, ഈ മൂന്ന് ഇക്വേഷൻസ് ഓർത്തിരിക്കുക. ഇപ്പം ടെസ്റ്റ് വെദർ ദ ഗിവൺ വെക്ടർ ഫീൽഡ് ഈസ് കൺസർവേറ്റീവ് ഓർ നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? പ്രൂഫൊന്നും വേണ്ട, ജസ്റ്റ് എന്ത് ചെയ്യുക? ആ മൂന്ന് ഇക്വേഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കുക. ചെയ്യുന്നുണ്ടെങ്കിൽ കൺസർവേറ്റീവ് ആണ്, ഇല്ലെങ്കിൽ ഇല്ല. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ രണ്ട് കൊറോളറീസ് നോക്കാം. ഒരു തിയറത്തിൻ്റെ കൊറോളറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ തിയറം ഉപയോഗിച്ച് നമുക്ക് പറയാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു തിയറങ്ങളാണ്, ചെറിയ ചെറിയ തിയറങ്ങൾ വിച്ച് ക്യാൻ ബി ഈസിലി പ്രൂവ്ഡ് വിത്ത് ദ ബിഗർ തിയറം. ഓക്കെ, കൊറോളറി 1, രണ്ട് കൊറോളറീസാണ് നമുക്ക് പറയുന്നത്. കൊറോളറി 1, ലെറ്റ് എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു P of xyz I plus Q of xyz j plus R of xyz k. ഇതൊരു വെക്റ്റർ ഫീൽഡാണെന്ന് വിചാരിക്കുക. ഹൂസ് കമ്പോണൻറ്റ് ഫങ്ഷൻസ് ഹാവ് കണ്ടിന്യൂസ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ്. അത് ഞാൻ എഴുതുന്നില്ല. ഓക്കെ, നിങ്ങൾ ഓർക്കണം ഇതിൻ്റെ ഹൂസ് എഴുതാം. കാരണം എന്താ വെച്ചാൽ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ ഒരു കണ്ടീഷൻ ഉള്ളത് കൊണ്ടാണ് നമുക്കിവിടെ മിക്സഡ് ഡെറിവേറ്റീവ് തിയറം ഉപയോഗിക്കാൻ പറ്റുന്നത്. ഇറ്റ്സ് എ വെരി വെരി നെസസറി കണ്ടീഷൻ. ഹൂസ് കമ്പോണൻറ്റ് ഫങ്ഷൻസ് ഹാവ് കണ്ടിന്യൂസ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ്. ദെൻ ഈ കൊറോളറിൽ ഞാൻ എഴുതിയതിൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ബേസിക്കലി ഇതിപ്പോൾ തിയറം തന്നെയായി മാറുക ചെയ്യുന്നത്. കൊറോളറി ബേസിക്കലി പറയുന്നത് ദിസ് ക്യാൻ ബി റിഡ്യൂസ്ഡ് ടു 2 dimensions എന്നുള്ളതാണ്. സ്ട്രൈക്ക് ദിസ് ആർ ഓഫ്. ഇവിടെ ആറ് വേണ്ട, ഈ സെഡ് വേണ്ട, എഫ് ഓഫ് എക്സ് വൈ മതി. പോട്ടെ, എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു പി ഓഫ് എക്സ് വൈ ഐ പ്ലസ് ക്യൂ ഓഫ് എക്സ് വൈ ജെ. ഓക്കെ, ഇപ്പോൾ 2 dimensionലുള്ളൊരു വെക്റ്റർ ഫീൽഡാണെന്ന് വിചാരിക്കുക. നമ്മൾ നേരത്തെ 3 dimensionലാണല്ലോ തിയറം പറഞ്ഞത്. അതെങ്ങനെയാണ് 2 dimensionലേക്ക് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഒന്നുമില്ല, പ്രത്യേകിച്ച് ഒന്നുമില്ല. 2 dimensionലേക്ക് നേരിട്ട് റെഡ്യൂസ് ചെയ്യാം.
എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു പി ഓഫ് എക്സ് വൈ ഐ പ്ലസ് ക്യൂ ഓഫ് എക്സ് വൈ ജെ ആണെങ്കിൽ എഫ് ഈസ് കൺസർവേറ്റീവ് if and only if dou p by dou y equal to dou q by dou x. ഇവിടെ ഈ ഒരു കണ്ടീഷൻ മാത്രം മതി. 2 ഡയമെൻഷനിൽ ഈ ഒരു കണ്ടീഷൻ മാത്രം മതി. എന്താ? ഡോ പി ഇവിടെ പിയും ക്യൂവും മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഡോ പി ബൈ ഡോ വൈ ഈക്വൽ ടു ഡോ ക്യൂ ബൈ ഡോ എക്സ്. ഇത് ബേസിക്കലി നമ്മൾ നേരത്തെ പറഞ്ഞ തിയറത്തിന് ഇവോൾവ് ചെയ്യാവുന്നതാണ്. അവിടെ പിനെയും ക്യൂവിനെയും കണക്ട് ചെയ്യുന്നത്. ഇവിടെ ആകെ നമുക്ക് പിയും ക്യൂവും മാത്രമേ ഉള്ളൂ, ആറില്ല കേട്ടോ. അപ്പോൾ പിനെയും ക്യൂവിനെയും മാത്രം കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ നമുക്ക് അതിനകത്തുണ്ടായിരുന്ന നമ്മുടെ ആദ്യത്തെ ഇക്വേഷൻ ആയിരുന്നു. എന്തായിരുന്നു? ഡോ പി ബൈ ഡോ വൈ ഈക്വൽ ടു ഡോ ക്യൂ ബൈ ഡോ എക്സ് ആണ്. അപ്പോൾ ആ ഒരു സെൻസിൽ ദിസ് കംസ് ഡയറക്ട്ലി ഫ്രം ദ പ്രീവിയസ് തിയറം. അപ്പോൾ ഓർത്തിരിക്കുക, 2 ഡയമെൻഷനിലാണെങ്കിൽ നമുക്ക് ഈ ഒരു കണ്ടീഷൻ മാത്രം നോക്കിയാൽ മതി. ഇനി ഒരു കൊറോളറിയും കൂടെ ഉണ്ട്. ഇതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കൊറോളറി. അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ തിയറത്തേക്കാൾ കൂടുതൽ നമ്മുടെ പ്രാക്ടിക്കൽ അപ്ലിക്കേഷനിൽ വരാൻ പോകുന്നൊരു സാധനം ഒരുപക്ഷെ ഇതായിരിക്കാം. കൊറോളറി 2 പറയുന്നത് ഇതാണ്. ലെറ്റ് എഫ് ഈക്വൽ ടു ഇവിടെ എഫ് ഓഫ് എക്സ് വൈ സെഡ് തന്നെയാണ്, 3 ഡയമെൻഷനിൽ തന്നെ പറയാം. ഇതും നമുക്ക് ഈ പറഞ്ഞ പോലെ 2 ഡയമെൻഷനിലേക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ചുരുക്കാനൊക്കെ ശ്രമിക്കാം. സോ എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു പി ഓഫ് എക്സ് വൈ സെഡ് ഐ പ്ലസ് ക്യൂ ഓഫ് എക്സ് വൈ സെഡ് j plus r of x y z k be a vector field having continuous അതും കൂടെ എഴുതാം, whose components have continuous partial derivatives. കണ്ടിന്യൂസ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എക്സിസ്റ്റ് ചെയ്യുന്ന ഫംഗ്ഷൻസ് ആണ് ഇതിൻ്റെ കമ്പോണൻറ്റ് ഫംഗ്ഷൻസ് ആയിട്ടുള്ള പിയും ക്യൂവും ആറും. നേരത്തെ നമ്മൾ ഈ തിയറത്തിൻ്റെ ഭാഗമായിട്ട് എപ്പോൾ എടുക്കുകയാണെങ്കിലും ഇത് അസ്യൂം ചെയ്യണം. ആ അസംഷൻ ഉണ്ടെങ്കിൽ മാത്രമേ തിയറം നമുക്ക് ഉപയോഗിക്കാനും സ്റ്റേറ്റ് ചെയ്യാനും പ്രൂവ് ചെയ്യാനും ഒക്കെ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ എഫ് ഈസ് കൺസർവേറ്റീവ് if and only if കേൾ എഫ് ഈക്വൽ ടു 0. ചിലപ്പോഴൊക്കെ ഇത് കൺസർവേറ്റീവ് ഫീൽഡിൻ്റെ ഡെഫിനേഷനായിട്ട് പോലും പറയാറുണ്ട്. അത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു കൊറോളറിയാണ്. എന്ന് വെച്ചാൽ ചില ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ കൺസർവേറ്റീവ് വെക്റ്റർ ഫീൽഡിനെ ഡിഫൈൻ ചെയ്യുന്നത് എ വെക്റ്റർ ഫീൽഡ് ഹാവിങ് ഇറ്റ്സ് കേൾ 0 എന്നാണ്. കേൾ 0 ആയിട്ട് വരുന്ന ഒരു വെക്റ്റർ ഫീൽഡിനെയാണ് ചില ടെക്സ്റ്റ് ബുക്കുകളൊക്കെ എന്ത് ചെയ്യുന്നത്? കൺസർവേറ്റീവായിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ അത് അത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു ഐഡിയ ആണ്. പക്ഷേ വിച്ച് ക്യാൻ ബി വെരി ഈസിലി പ്രൂവൺ ഫ്രം ദി പ്രീവിയസ് തിയറം. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ സപ്പോസ് എഫ് ഈക്വൽ ടു പി ഐ പ്ലസ്, ഞാനൊരു എക്സ് വൈ സെഡ് എഴുതുന്നില്ല, റിമെമ്പർ ദാറ്റ് ഇതൊക്കെ ഫംഗ്ഷൻസ് ഓഫ് എക്സ് വൈ സെഡ് ആണ്. പി ഐ പ്ലസ് ക്യൂ ജെ പ്ലസ് ആർ കെ ഈസ് കൺസർവേറ്റീവ്. ഇങ്ങനെ അസ്യൂം ചെയ്യാം. ഇനി നമുക്കതൊന്ന് കേൾ എഫ് കാണാം. കേൾ എഫ് എന്തായിരുന്നു? കേൾ എഫിൻ്റെ ഡെഫിനേഷൻ എന്തായിരുന്നു? ഡെൽ ക്രോസ് എഫ് അല്ലായിരുന്നോ? വിച്ച് ഈസ് എന്തായിരുന്നു ഡെൽ ഓപ്പറേറ്റർ? ഡോ ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ ബൈ ഡോ ഇസഡ് കെ ക്രോസ് പി ഐ പ്ലസ് ക്യൂ ജെ പ്ലസ് ആർ കെ. ഈ ക്രോസ് പ്രോഡക്റ്റ് എങ്ങനെ കാണും? വിൽ മേക്ക് യൂസ് ഓഫ് ഡിറ്റർമിനൻറ്റ്സ് ഐ ജെ കെ. നിങ്ങൾക്കറിയാമല്ലോ ക്രോസ് പ്രോഡക്റ്റ് കാണാൻ. ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ വൈ ഡോ ബൈ ഡോ ഇസഡ് പി ക്യൂ ആർ ഈക്വൽ ടു ഡോ ആർ ബൈ ഡോ വൈ മൈനസ് അല്ലേ, പോയി കഴിഞ്ഞാൽ ഡോ ആർ ബൈ ഡോ വൈ മൈനസ് ഡോ ക്യൂ ബൈ ഡോ ഇസഡ് ഐ പ്ലസ് മൈനസ് അല്ലേ, ഇവിടെ ഡിറ്റർമിനൻ്റ് അല്ലേ, മൈനസ് ഇത് നമുക്ക് പ്ലസ് എഴുതിയിട്ട് ഉള്ളിൽ ഇൻ്റർചേഞ്ച് ചെയ്യാം. വിച്ച് വിൽ ബി കുറച്ചുകൂടെ നമുക്ക് എളുപ്പമായിരിക്കും. ഇവിടെ പ്ലസ് എഴുതിയിട്ട് നമുക്ക് ഉള്ളിൽ ഇൻ്റർചേഞ്ച് ചെയ്യാം.
ഇവിടെ എന്താ ശരിക്കും വരണ്ടേ? ഈ നടുവിൽ പോയി കഴിഞ്ഞാൽ ഡോ ആർ ബൈ ഡോ എക്സ് മൈനസ് ഡോ പി ബൈ ഡോ ഇസഡ് ആണ്. സോ നമുക്ക് എന്ത് എഴുതാം? ഇവിടെ ഒരു മൈനസിനെ പുറത്തെടുത്തുകൊണ്ട് ഡോ പി ബൈ ഡോ ഇസഡ് മൈനസ് ഡോ ആർ ബൈ ഡോ എക്സ് എന്ന് എഴുതാം അല്ലേ? ജെ പ്ലസ് ഡോ ക്യൂ ബൈ ഡോ എക്സ് മൈനസ് ഡോ ക്യൂ ബൈ ഡോ എക്സ് മൈനസ് ഡോ പി ബൈ ഡോ വൈ. ഓക്കെ ഓക്കെ അപ്പോൾ ഇവിടെ നമുക്കിനി രണ്ട് വശത്തേക്കും പ്രൂവ് ചെയ്യാം. അതായത് ഇവിടെ നമുക്ക് ഈഫ് ആൻഡ് ഓൺലി ഈഫ് കണ്ടീഷൻ ഉള്ളത്. അതായത് കേൾ എഫ് 0 ആണെങ്കിൽ എഫ് കൺസർവേറ്റീവ് ആണെന്നും പ്രൂവ് ചെയ്യണം. എഫ് കൺസർവേറ്റീവ് ആണെങ്കിൽ കേൾ എഫ് 0 ആണെന്നും പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇത് മാത്രം ഒന്ന് നോക്കൂ. സപ്പോസ് എഫ് ഈസ് കൺസർവേറ്റീവ്. എഫ് കൺസർവേറ്റീവ് ആണെങ്കിൽ 3 ഇക്വേഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുമായിരുന്നു. ഏതൊക്കെയാ? ഡോ ആർ ബൈ ഡോ വൈ ഈക്വൽ ടു ഡോ ക്യൂ ബൈ ഡോ ഇസഡ് എന്ന ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുമായിരുന്നു. ഡോ പി ബൈ ഡോ ഇസഡ് ഈക്വൽ ടു ഡോ ആർ ബൈ ഡോ എക്സ് എന്ന ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുമായിരുന്നു. ഡോ ക്യൂ ബൈ ഡോ എക്സ് ഈക്വൽ ടു ഡോ പി ബൈ ഡോ വൈ എന്ന് പറഞ്ഞ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യായിരുന്നു. എന്നുവെച്ചാൽ ഈ ടേംസ് ഒക്കെ എന്താണ് സത്യത്തിൽ? സീറോകളാണ്. ഈ 3 ടേമും സത്യത്തിൽ സീറോകളാണ്. കാരണം എന്താ? ഈ 2 ടേമുകളും ഈക്വൽ ആണെന്നാണ് കൺസർവേറ്റീവിൻ്റെ ഡെഫിനേഷൻ പറയുന്നത്. ഇത് രണ്ടും അതുപോലെ ഈക്വൽ ആണ്, ഇത് രണ്ടും ഈക്വൽ ആണ്. സോ ഈ 3 ടേമും 0 ആയി കഴിഞ്ഞാൽ എന്താവും? ദിസ് വിൽ ബി 0. ദിസ് വിൽ ബി എ ബിഗ് 0. കേൾ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ എഫ് കൺസർവേറ്റീവ് ആണെങ്കിൽ കേൾ 0 ആയിരിക്കും. ഇനി കേൾ 0 എന്ന് അസ്യൂം ചെയ്യുക. കേൾ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 ടേംസും 0 ആവണം അല്ലേ? ഒരു വെക്ടർ 0 എന്നപ്പോഴാണ് അതിൻ്റെ 3 കമ്പോണൻറ്റ് ടേംസും 0 ആവുമ്പോൾ. അപ്പോൾ ഈ 3 കമ്പോണൻറ്റ് ടേംസും 0 ആകുമ്പോൾ ഈച്ച് ടേം വിൽ ബി 0. സോ ഡോ ക്യൂ ബൈ ഡോ എക്സ് മൈനസ് ഡോ പി ബൈ ഡോ വൈ ഈസ് 0. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് എഴുതി നോക്കൂ. ഡോ ക്യൂ ബൈ ഡോ എക്സ് ഈക്വൽ ടു ഡോ പി ബൈ ഡോ വൈ ഈക്വൽ ടു 0 മൈനസ് വിച്ച് ഈസ് ഈക്വൽ ടു ഡോ പി ബൈ ഡോ വൈ ഈക്വൽ ടു ഡോ ക്യൂ ബൈ ഡോ എക്സ്. സോ ഡോ ക്യൂ ബൈ ഡോ എക്സ് മൈനസ് ഡോ പി ബൈ ഡോ വൈ ഈക്വൽ ടു 0 ഇംപ്ലൈസ് ഡോ പി ബൈ ഡോ വൈ ഈസ് ഈക്വൽ ടു ഡോ ക്യൂ ബൈ ഡോ എക്സ് അല്ലേ? അങ്ങനെയാണെങ്കിൽ അല്ലേ രണ്ടും ഡിഫറൻസ് എടുക്കുമ്പോൾ 0 വരും. രണ്ടും ഈക്വൽ ആവണ്ടേ? അതുപോലെ നമുക്ക് ഈ 3 എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ നേരത്തെ ഡെഫിനേഷനിൽ പറഞ്ഞ 3 ഇക്വേഷൻസും ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും. സോ വി ക്യാൻ ക്ലെയിം ദാറ്റ് എഫ് ഈസ് കൺസർവേറ്റീവ്. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞു വന്നത്? എഫ് കൺസർവേറ്റീവ് ആണെങ്കിൽ കേൾ എഫ് 0 ആയിരിക്കും. അതുപോലെ തന്നെ കേൾ എഫ് 0 ആണെങ്കിൽ എഫ് കൺസർവേറ്റീവും ആയിരിക്കും. ഓക്കെ, സോ ദിസ് ഇസ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് കൊറോളറി. ഇതെപ്പോഴും ഓർത്തിരിക്കണം. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലും നിങ്ങൾക്ക് ഇനി ആവശ്യം ഉണ്ടാകുന്ന ഒരു സാധനമാണ്.